ന്യായീകരണത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും അവർ സംസാരിക്കുകയുണ്ടായി. ഇതിലുള്ള ഏറ്റവും ഗൗരവമായ പ്രശ്നം ആദ്യഘട്ടത്തിലുള്ള ഇടപെടലിലുണ്ടായ കാലതാമസമാണ്. അത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ ഇടപെടണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ വകുപ്പിനും സർക്കാരിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഉള്ളതാണ്. പക്ഷേ നിർഭാഗ്യകരമായൊരവസ്ഥയാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ, അതാണ് ഏറ്റവും സുപ്രധാനമായ ഘട്ടം, ഉണ്ടായത്. ഏതായാലും ഇനിയിപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ് ആവശ്യം. അതിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റു തരത്തിലുള്ള ന്യായീകരണത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ കുടുംബത്തിൻ്റെ പ്രധാന വിഷമം അവരുള്ളതെല്ലാം വിറ്റാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്. വള്ളം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉള്ളതെല്ലാം വിറ്റിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടതോടുകൂടി അവരുടെ പ്രതീക്ഷയ്ക്ക് തന്നെ വലിയ തോതിലുള്ള മങ്ങലേറ്റിട്ടുണ്ട്. അതീവ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായതെങ്കിലും ഒരു ആളെക്കുറിച്ചുള്ള വിവരം ഇത്രയും ദിവസങ്ങളായിട്ടും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. അങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യത്തിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇവരുടെ തുറന്നുള്ള സംരക്ഷണമാണ്. അതിൽ അവർ പറയുന്ന കാര്യം പ്രായോഗികമായി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതായത് ഇളയ മകൻ നേടിയിട്ടുള്ള യോഗ്യതക്കനുസരിച്ച് ഒരു തൊഴിൽ അവരഭിപ്രായപ്പെടുന്നുണ്ട് KMM ലഭിക്കണമെന്നുള്ളത്. അത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഭാവിയിലുള്ള കുടുംബത്തിന് സംരക്ഷണത്തിന് അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം വലിയ ദുരന്തമാണല്ലോ ഈ കുടുംബത്തിന് താങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളുണ്ട്. നേരത്തെയുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ നല്ല രീതിയിൽ തീർക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുണ്ടായത്. പക്ഷെ അതിലാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത്. ഇനി ആ പ്രതീക്ഷക്കനുസരിച്ച് നീങ്ങാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ സഹായിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. ആ ബാധ്യത തീർക്കുന്നതിനുള്ള സഹായം സർക്കാർ നൽകുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം ഇപ്പോൾ ഫലത്തിൽ തുറന്നുള്ള താമസത്തിന് വീടില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കുന്നതിനുള്ള വീട് സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ എങ്കിലും പെട്ടെന്ന് തന്നെ സർക്കാർ തീരുമാനിക്കേണ്ടതുണ്ട്. സർക്കാരിനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളും ശ്രമിക്കുന്നതാണ്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്.